അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും ഹാപ്പി അല്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഇത് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളൊരു പാസ്തയാണ്. പാസ്ത, ക്രീമി പാസ്ത. അപ്പോൾ ഈ പാസ്ത എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, പക്ഷേ നമുക്ക് എൻ്റെതായ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത്യാവശ്യം ക്രീമിയാണ്, അതുപോലെ തന്നെ അത്യാവശ്യം സ്പൈസിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അടിപൊളിയായിരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. നമ്മളാദ്യം തന്നെ ഉപ്പിട്ട് വേവിച്ച് വെച്ച നമ്മുടെ പാസ്ത ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയുക. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് അത് മാറ്റി വയ്ക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ്: സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ വേപ്പില. ഇവിടെ ടൊമാറ്റോ പേസ്റ്റ് വേണം, ഫുൾ ക്രീം മിൽക്ക് വേണം, നല്ല തിക്ക് ക്രീം പറഞ്ഞ, ഗരം മസാല, കുരുമുളക് പൊടി, മാഗി മസാല, ചില്ലി ഫ്ലേക്സ് കേട്ടോ. vegetables, put it in. Little chili powder, little barley powder, little curry masala powder, little uppu, close it. Curry ready, go. സ്റ്റൗവിൽ പാൻ വയ്ക്കാം, എണ്ണ ഒഴിക്കാം. ഞാൻ ഒലിവ് ഓയിൽ എണ്ണ ഒഴിച്ചാണ് കേട്ടോ. ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സബോള ഇടാം. നന്നായിട്ട് ഇളക്കുക. ജസ്റ്റ് ഒന്നൊരു ഗോൾഡൻ കളർ വരണ വരെ. വെളുത്തുള്ളി, ഇഞ്ചിയും രണ്ടും ഇടണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൊരിയുന്ന വരെ, ആ പച്ചമണം പോകുന്ന വരെ നമുക്ക് സെറ്റാക്കാം. മസാലകളായിട്ട് ഇടാം. ആദ്യം മറ്റേ ഗരം മസാല, കുരുമുളക് പൊടി, മാഗി മസാല, പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, പിന്നെ മല്ലിപ്പൊടി ഇട്ടാ. അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ സാധനം നന്നായിട്ട് ഇളക്കണം. നല്ല അടിപൊളിയായിട്ട് ഇളക്കിക്കോട്ടോ. ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. പച്ചമുളക് ഇട്ട് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അതും ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. പാലൊഴിക്കാം. പാല് നമുക്കൊരു ന്യായമായ രീതിയിൽ ഒഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ പാലിൻ്റെ ക്രീമി ആയിട്ട് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ പാലിൻ്റെ അളവ് കുറച്ച് കൂട്ടേണ്ടി വരും. നമ്മുടെ ടൊമാറ്റോ പ്യൂരി, ടൊമാറ്റോ പേസ്റ്റ് കുറച്ചിടാം. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ടൊമാറ്റോൻ്റെ സോസ് അല്ല, അത് ടൊമാറ്റോ പേസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ആണെങ്കിൽ അതിലേക്ക് ഇടാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ക്രീമാണ്. ക്രീം ഇടാം. ക്രീം ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് ക്രീം ഇടണം. ക്രീം കൂടുതൽ വേണ്ടവർക്ക് ക്രീം കൂടുതൽ ഇടാം കേട്ടോ. ക്രീം ഇടാം. ക്രീമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇറക്കിയതിന് ശേഷം അത്യാവശ്യം ആ കളറൊക്കെ മാറിയെന്ന് നല്ലൊരു സ്മെല്ല്, നല്ലൊരു മണം വരും കേട്ടോ. ഈ ക്രീമിൻ്റെയും പാലിൻ്റെയും അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റിലേക്ക് സ്മെല്ല് വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ പാസ്തനെ ഇടാം കേട്ടോ. പാസ്ത ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കുമ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗത്തേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ. കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടാ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഉപ്പ് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചിടാം. എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഉപ്പ് നമ്മളിട്ടു. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ക്രീമി ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൗവിൽ നിന്ന് നമുക്ക് സാധനം മാറ്റാം. പാത്രത്തേക്ക് നമുക്കിടാം. കണ്ടോ, അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടിരിക്കുന്നത് കണ്ടോ. ഓക്കെ, പച്ചമുളകും പിന്നെ നമ്മളെ മറ്റേ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട കാരണം കൊണ്ട് ഇദ്ദേഹം സ്പൈസിയാണ്. അതുപോലെ തന്നെ നല്ല തിക്ക് ക്രീം അല്ലെങ്കിലും ഒരു അത്യാവശ്യം നല്ല ക്രീമി ടെക്സ്ചർ തന്നെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ സംഭവം. പിന്നെ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡബിൾ ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മളതിന് മുകളിൽ വയ്ക്കുക. ചായ കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടപ്പോൾ എന്തായാലും ചായ ഉണ്ടാവണം. ചായ കൂടി കൂട്ടിയിട്ട് കിടത്തുക. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. സംഭവം ഫീഡ്ബാക്ക് അറിയിച്ചോളൂ കേട്ടോ, മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ബൈ, ടാറ്റ, ടേക്ക് കെയർ.